അതുകൊണ്ട് മാത്രം. കൊച്ചി മെട്രോയ്ക്കാണെങ്കിലും എല്ലാം കൂടിയൊക്കെ കൊണ്ടുവന്ന നമുക്ക് അന്ന് വലിയ മക്കളൊക്കെ അന്ന് കണ്ടുപോകാൻ ഇതില് നമ്മൾ കാണേണ്ട ഒരു കാര്യം, വികസന സംബന്ധിയായ ചർച്ചകൾക്ക് പ്രതിപക്ഷ നേതാവോ UDF സന്നദ്ധമാവുന്നില്ല എന്ന നിർഭാഗ്യകരമായ ഒരു പ്രശ്നമുണ്ട്. ആ വിഷയത്തിൽ നിന്നും മാറിയാണ് പലപ്പോഴും മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതും പ്രസംഗിക്കുന്നതുമല്ല. ഞങ്ങൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നത് 10 വർഷത്തെ ഭരണത്തെ വിലയിരുത്തിക്കോളൂ, അത് സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ഉയർത്തിക്കോളൂ എന്നാണ്. അദ്ദേഹം ഇപ്പൊ പറഞ്ഞതായി പറയുന്ന കാര്യത്തിനും ഒരടിസ്ഥാനവുമില്ല. കേരളത്തിൽ തുടർച്ചയായി വരുന്ന ഗവൺമെന്റുകൾ തുടർച്ചയായ സംഭാവനകൾ കൊടുക്കുന്നുണ്ടാവാം, അത് ഞാൻ നിഷേധിക്കുന്നില്ല. ഇപ്പൊ ഒരു ഗവൺമെന്റിന്റെ കാലത്ത് ആരംഭിച്ച ഒരു പദ്ധതി അടുത്ത ഗവൺമെന്റ് ചിലപ്പോൾ പൂർത്തിയാക്കും. ഒരു ഗവൺമെന്റിന്റെ കാലത്ത് തുടക്കമിട്ട ഒരു പദ്ധതി, തുടക്കമിടുക എന്ന് പറഞ്ഞാൽ ചിലപ്പോ പണി തുടങ്ങുകയായിരിക്കില്ല, അതിനു മുൻപുണ്ടല്ലോ ആ പദ്ധതി തയ്യാറാക്കണം, ഭരണാനുമതി ലഭിക്കണം, സാങ്കേതിക അനുമതി ലഭിക്കണം, ആദ്യം സാധ്യതാ പഠനം നടത്തണം. ഇങ്ങനെയുള്ള വിവിധ ഘട്ടങ്ങളിലൂടെയല്ലേ വലിയ പദ്ധതികൾ കടന്നു വരിക. അപ്പൊ അതിന് ഒരു ഗവൺമെന്റ് തുടങ്ങിയാൽ ചിലപ്പോൾ അടുത്ത ഗവൺമെന്റ് ആയിരിക്കും തുടരുക, അതൊക്കെ സ്വാഭാവികം. ഇപ്പൊ വിഴിഞ്ഞം ഏത് കാലത്താണ് ഇതിന്റെ സാധ്യതാ പഠനവും ഈ ആശയവും ആരംഭിച്ചത്? കണ്ണൂർ വിമാനത്താവളം. ഇപ്പോ കണ്ണൂർ വിമാനത്താവളം സംബന്ധിച്ച് അതിന്റെ സൃഷ്ടാവ് EK നായനാരാണ് എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, CM ഇബ്രാഹിം ആണെന്നാണ് എൻ്റെ ഓർമ്മ. മുൻ കേന്ദ്ര വ്യോമയാന മന്ത്രിയും മറ്റുമായിരുന്ന. ഇങ്ങനെ ഓരോ വൻകിട പദ്ധതികൾ എടുത്തു നോക്കിയാലും അതിന്റെ പിന്നിൽ ആദ്യം മുതലുള്ള ഭരണകർത്താക്കളെ നമുക്ക് കാണാൻ പറ്റും. ഉദ്ഘാടനം ചെയ്യുകയോ ഏതെങ്കിലും ഒരു ഘട്ടവും മാത്രമല്ല. ഇവിടെ അതല്ല പ്രശ്നം. ഇപ്പൊ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ കടൽക്കൊള്ള എന്ന് പറഞ്ഞാൽ അതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഏതിനാ കടൽക്കൊള്ള എന്ന് പറഞ്ഞ വിഴിഞ്ഞം തുറമുഖത്തിനാണോ? അല്ല. വിഴിഞ്ഞം തുറമുഖം വേണ്ട എന്ന നിലപാട് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? എടുത്തത് കോൺഗ്രസ് മാത്രമാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പണി ഉടൻ ആരംഭിക്കണമെന്ന് പറഞ്ഞ് മനുഷ്യച്ചങ്ങല നടത്തിയ പ്രസ്ഥാനത്തിന്റെ പേരാണ് LDF, ചരിത്രത്തിലുണ്ട്. പിന്നെ ഏത് ഘട്ടത്തിലാണ് ഇത് കടൽക്കൊള്ള എന്ന വിമർശനം ഉന്നയിച്ചത്? അദാനിയുമായി ധാരണാപത്രം ഒപ്പുവെച്ചപ്പോ കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല. അതിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? നിങ്ങൾ ആ കണക്കൊന്ന് പരിശോധിക്കൂ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മുടക്കു മുതലിൽ എത്ര ശതമാനമാണ് അദാനി വഹിക്കുന്നത്, എത്ര ശതമാനമാണ് കേന്ദ്ര സർക്കാർ വഹിക്കുന്നത്, എത്രയാണ് കേരളം? സിംഹഭാഗവും കേരളമല്ലേ? പക്ഷെ ഇതുകൊണ്ടുള്ള നേട്ടം പതിറ്റാണ്ടുകൾ നമ്മൾ കാത്തിരിക്കണ്ടേ? അദാനിക്കല്ലേ പോകുന്നത്? അതിലെ സുതാര്യതയില്ലായ്മ, അഴിമതി, അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അഴിമതി ഉണ്ട്, പക്ഷേ വിഴിഞ്ഞം തുറമുഖം വേണം, കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് അതിന് സമരം നടത്തിയിട്ടുണ്ട് ഞങ്ങൾ. എന്നാൽ ഈ കരാർ ഒപ്പിട്ട് അതുമായി മുൻപോട്ട് പോയത് കൊണ്ട് പിന്നെ വരുന്ന ഗവൺമെന്റിന് പിൻവാങ്ങാൻ പറ്റില്ല. അതാണ് നമ്മുടെ ദുര്യോഗം. എന്നാൽ അവസാനം തുറമുഖം യാഥാർത്ഥ്യമാകുന്ന ഘട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തി തുറമുഖം തടസ്സപ്പെടുത്താൻ സമരം ചെയ്തതിന്റെ മുന്നിൽ ഈ പ്രതിപക്ഷ നേതാവുണ്ട്. പിന്നെ മറ്റു പദ്ധതികൾ, ഗെയിൽ പാതി വഴിയിൽ ഉപേക്ഷിച്ച പദ്ധതിയാണ്. അതാണ് LDF വന്നപ്പോഴാണ് തർക്കങ്ങൾ പരിഹരിച്ച്, പരാതിക്കാരെ മുഖവിലക്കെടുത്ത് തർക്കങ്ങൾ പരിഹരിച്ച് അത് പൂർത്തിയാക്കി. ദേശീയപാത വികസനം ഉപേക്ഷിച്ച പദ്ധതിയാണ്. കൊച്ചി ഇടമൺ പവർ ഹൈവേ പകുതി വഴിയിൽ ഉപേക്ഷിച്ച പദ്ധതിയാണ്. അസാധ്യം എന്ന് തീർപ്പ് കൽപ്പിച്ച് ഉപേക്ഷിച്ച, മരിച്ചു മണ്ണടിഞ്ഞ പദ്ധതികളെ പുതുജീവൻ നൽകി പുറത്തു കൊണ്ടുവന്നു, യാഥാർത്ഥ്യമാക്കി എന്നതാണ് LDFന്റെ നേട്ടം. ഇത് സംബന്ധിച്ച് വിശദമായി അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറയട്ടെ. വസ്തുതകൾ ജനങ്ങളുടെ മുൻപാകെ ഉണ്ട്.